സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സെക്രട്ടേറിയറ്റ് OA എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് പ്രിലിംസിൻ്റെ ഡേറ്റ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര അഡ്വൈസുകൾ പോയി, ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര അഡ്വൈസ് വരെ പോയി എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഈ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഒക്ടോബറിൻ്റെയും ഡിസംബറിൻ്റെയും ഇടയ്ക്കാണ് ഈ എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു LGS ലെവൽ എക്സാമാണ്. ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഇതിനെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിൽ എത്രയൊക്കെ അഡ്വൈസുകൾ പോയെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 3 കൊല്ലം കാലാവധിയുള്ള ലിസ്റ്റ് ഏകദേശം 1.5 കൊല്ലം ആകുമ്പോഴേക്കും അതിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഉണ്ടായത്. കാരണം 893 ആളുകളാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. ആ മുഴുവൻ പേർക്കും ജോലി കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ OC 893 റാങ്ക് കാരണം, അതായത് എല്ലാവർക്കും ജോലി കിട്ടി. ഈഴവ സപ്ലിമെൻ്ററി 2, SC സപ്ലിമെൻ്ററി 65, ST സപ്ലിമെൻ്ററി 22, മുസ്ലിം സപ്ലിമെൻ്ററി 41, LCORAI സപ്ലിമെൻ്ററി 19, OBC സപ്ലിമെൻ്ററി 2, LC സപ്ലിമെൻ്ററി 11, പിന്നെ SIOC നാടാര് വിത്തിനോസി വിശ്വകർമ്മ സപ്ലിമെൻ്ററി 11, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി 4, SCC സപ്ലിമെൻ്ററി 10, ധീവര സപ്ലിമെൻ്ററി 7, പിന്നെ TALV 11 ലിസ്റ്റ് അവർ ലിസ്റ്റ്, പിന്നെ HI 13, അതുപോലെ തന്നെ LD or CP 13. ഇത്ര അഡ്വൈസുകൾ ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ വന്നാൽ ജോലി ലഭിക്കാൻ 100% സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഈ സെക്രട്ടേറിയറ്റ് OA. കാരണം ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ഇതിൽ നിന്ന് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വിവരം. അപ്പോൾ എല്ലാവരും അതിനായിട്ട് പഠിക്കുക. പിന്നെ സാധാ LGS പോലെ അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. കാരണം ഇത് ഒരു ഡിഗ്രിക്കാരും കൂടെയുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് പഠിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.